അത് ഏത് സമയത്താണോ അവർക്കതിന് ഏത് ചെറിയ സാധ്യത കിട്ടിയാൽ പോലും അവർ സമുദായ സംവരണം മാറ്റി മറ്റൊരു സംവിധാനമാക്കി മാറ്റാൻ സാധ്യത. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ വിഭാഗം CPM ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് ഒരു വലിയ ശക്തമായ പ്രക്ഷോഭം അതിൽ വരേണ്ടതാണ്. അത് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നും അതേപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും എതിർപ്പുകളുണ്ട്. അത് നടപ്പാക്കുന്നതിന് എതിർപ്പുണ്ട്. ഇപ്പോഴും കാലിക്കറ്റിൽ തന്നെ പല ആളുകളും ഈ സംവരണത്തോട് ഇപ്പോഴും അവരുടെ മനസ്സ് റെഡി ആയിട്ടില്ല. PhD സംവരണം വേണോ എന്നുള്ള ചോദ്യം അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, കേരള സെക്രട്ടേറിയറ്റ് സംവരണ വിരുദ്ധരുടെ കയ്യിലാണ്. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഇത് ലോങ് ടേം ആണ്. സംവരണം എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ല, ഒരു വലിയ വിഭാഗത്തെയാണ് ബാധിക്കുന്നത്. CPM സമുദായ സംവരണത്തിനെതിരാണ്, ജാതി സംവരണത്തിനെതിരാണ്. അവർ സ്വത്വ രാഷ്ട്രീയത്തിനെതിരാണ്. അവരെ ആളുകൾ സംഘടിക്കുന്നതിൽ ഏക മാനദണ്ഡമായിട്ട് കാണുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ്. അത് സംവരണത്തിലും അതല്ലാത്ത മേഖലയിലും അവർ വളരെ സൂക്ഷ്മമായിട്ട് അവരുടെ ആശയം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം നടത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സമുദായ സംവരണം നടപ്പായി കഴിഞ്ഞ സ്ഥിതിക്ക് അതിന് അട്ടിമറിക്കാൻ കഴിയുന്നില്ല. അത് ഏത് സമയത്താണോ അവർക്കതിന് ഏത് ചെറിയ സാധ്യത കിട്ടിയാൽ പോലും അവർ സമുദായ സംവരണം മാറ്റി മറ്റൊരു സംവിധാനമാക്കി മാറ്റാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ വിഭാഗം CPM ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞ PWD സംവരണം. ഷാർപ്പായിട്ട് മുസ്ലിം ടേണുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ അവർ ചെയ്യുന്നു. ആശ്രിത നിയമനം മുസ്ലിം ടേണുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിൽ ചെയ്യുന്നു. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. നമുക്ക് തോന്നുന്നത് വെറുതെ അറിയാതെ വന്ന് വീണതാണെന്നല്ല, അങ്ങനെയൊന്നല്ല. അത് വലിയ പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. ഒരു വലിയ വിഭാഗം ഈ സമുദായ സംവരണങ്ങളെയും പിന്നോക്കം വിഭാഗങ്ങളിൽപ്പെടുന്ന പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണ് വളരെ പിറകിൽ നിൽക്കുന്ന. അവർ കയറി വരുന്നതിനോട്, മുകളിലേക്ക് അധികാര സംവിധാനങ്ങളിൽ പങ്കാളിത്തം ലഭിക്കുന്നതിനോട് CPM ഒരു തരത്തിലും അവരംഗീകരിക്കുന്നില്ല. പറയാൻ കഴിയില്ല, പക്ഷേ അവർക്കത് നേരിട്ട് പറയില്ല, അവർ പ്രവൃത്തിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത് സൂക്ഷ്മമായിട്ട് ഈ സംവരണ പ്രശ്നങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സംവരണ പ്രശ്നങ്ങളുമായിട്ട് സർക്കാരിന് അല്ലെങ്കിൽ അവരുടെ പാർട്ടി നേതാക്കളെയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് അവരിതിനെ കാണുന്നത്. കേരളത്തിലെ എല്ലാ സ്റ്റുഡൻസ് എൻറോൾമെൻറ്റിലും സംവരണം വേണമെന്നാണ് നിയമം. ഹയർ എഡ്യൂക്കേഷനിലെ എല്ലാ മേഖലകളിലും. അതിൽ PhD സംവരണം നടപ്പാക്കാൻ ഒരു യൂണിവേഴ്സിറ്റിയും തയ്യാറായിരുന്നില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ലീഗിൻ്റെ പ്രവർത്തന ഫലമായി 4 വർഷമെടുത്ത നിരന്തര ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിൻ്റെ സംവരണം വന്നത്. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവേഷണ വിഭാഗം സംവരണം എങ്ങനെ അട്ടിമറിക്കാമെന്ന് അവർ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലതരം കാരണങ്ങൾ പറഞ്ഞിട്ട് അതിൽ എന്താ പറയുക, കുട്ടികളുടെ ടേസ്റ്റിനനുസരിച്ച്, കുട്ടികളുടെ ഗവേഷണ അഭിരുചിക്ക് അനുസരിച്ച് അതിനനുസരിച്ചുള്ള ഗൈഡുമാർ വേണം, അതിനനുസരിച്ച് സ്റ്റുഡൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുക. ഏതാണെങ്കിലും കേരളത്തിലെ കാലിക്കറ്റിൽ ഇപ്പോൾ ഗവേഷണത്തിന് സംവരണമുണ്ട്. 2 വർഷമായി നടപ്പാക്കിയിട്ട്. ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊന്നും നടപ്പായിട്ടില്ല. അതിന് ഒരു വലിയ ശക്തമായ പ്രക്ഷോഭം അതിൽ വരേണ്ടതാണ്. അത് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും എതിർപ്പുകളുണ്ട്. അത് നടപ്പാക്കുന്നതിൽ എതിർപ്പുണ്ട്. ഇപ്പോഴും കാലിക്കറ്റിൽ തന്നെ പല ആളുകളും ഈ സംവരണത്തോട് ഇപ്പോഴും അവരുടെ മനസ്സ് റെഡി ആയിട്ടില്ല. PhD സംവരണം വേണോ എന്നുള്ള ചോദ്യം അവർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോൾ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ പറഞ്ഞാൽ മെറിറ്റിൽ കഴിഞ്ഞ 10 വർഷം മുമ്പ് വരെയുള്ള നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്റ്ററുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സംവരണ സീറ്റുകളിൽ മാത്രമാണ് സംവരണ വിഭാഗങ്ങൾക്ക് നിയമനം കിട്ടുക. ഒരു സംവരണ വിഭാഗത്തിൽ ഒരാൾ വന്നാൽ സംവരണ സീറ്റുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംവരണ തസ്തിക ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നിയമനം കിട്ടുള്ളൂ.
അതല്ലാത്ത എല്ലാ തസ്തികകളിലും സംവരണീയരല്ലാത്ത ആളുകളാണ് നിയമനം നേടുക. അത് നിങ്ങൾ ആ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്റ്ററുകൾ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ നിയമനം ലഭിക്കുമ്പോൾ അയാളുടെ പേര്, അയാൾ ജോയിൻ ചെയ്ത തീയതി, ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഓപ്പൺ ആണോ റിസർവേഷനാണോ, റിസർവേഷൻ ആണെങ്കിൽ ഏത് റിസർവേഷൻ അനുസരിച്ചിട്ടാണ് ഇവർക്ക് നിയമനം കിട്ടുന്നത്, അത് പരിശോധിച്ച് അങ്ങോട്ട് മനസ്സിലാവും. സംവരണ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾ സംവരണ സീറ്റിൽ മാത്രമേ നിയമനം കിട്ടുള്ളൂ. ബാക്കിയെല്ലാം സവർണ വിഭാഗങ്ങൾക്കുള്ള സീറ്റുകളാണെന്നാണ് പൊതുവെ പറയുക. അതാണ് ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞത്, സംവരണ വിഭാഗങ്ങൾക്ക് മെറിറ്റിലും അവകാശമുണ്ട്, അവരവരുടെ സംവരണ തസ്തികകളിലും അവകാശമുണ്ട് എന്ന് നമ്മൾ ആദ്യം സമ്മതിക്കണം. നമുക്ക് ആ ഒരു ബോധ്യം വേണം. അതിന് ഇപ്പോഴും അതോറിറ്റി തയ്യാറായിട്ടില്ല. തീർച്ചയായും ജാതി സെൻസസ് നടപ്പാക്കേണ്ടതാണ്. അത് നമ്മൾ ഓരോ 10 വർഷം കൂടുമ്പോഴാണല്ലോ സെൻസസ് വരുന്നത്. ആ സെൻസസിൻ്റെ കൂടെ തന്നെ ജാതി സെൻസസ് നടപ്പാക്കി അതിനനുസരിച്ച് സംവരണത്തിൻ്റെ തോത് വരെ ക്രമീകരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ജനസംഖ്യാനുപാതികമായിട്ട് തന്നെയാണ് സംവരണം വരുന്നത്. അപ്പോൾ ഒരേ സമയത്ത് ഓരോ സമുദായങ്ങൾക്കും അവർക്കനുസരിച്ച് പ്രാതിനിധ്യം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. ഉണ്ടായിട്ടില്ലെങ്കിൽ ആ തോത് വർദ്ധിപ്പിക്കണം. അല്ലെങ്കിൽ അവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഏത് വിഭാഗങ്ങളാണെങ്കിലും ശരി. SC/ST വിഭാഗത്തിന് അർഹമായ സംവരണം കിട്ടിയിട്ടില്ല എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അവർക്ക് ന്യായമായ അവകാശപ്പെട്ട തസ്തികകൾ അവർക്ക് കൊടുക്കണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവരുടെ ഓരോ ജാതി തിരിച്ച് അവരുടെ വിഭാഗങ്ങൾ തിരിച്ചുള്ള കണക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം, കേരള സെക്രട്ടേറിയറ്റ് സംവരണ വിരുദ്ധരുടെ കയ്യിലാണ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവിടെയാണ് പോളിസി തീരുമാനിക്കേണ്ട ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിലാണുള്ളത്. സർക്കാരിൻ്റെ പോളിസി അവരാണ് സർക്കാരിന് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുന്നത്, ഫയൽ എഴുതുന്നത്. കേരള സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റ് 100% സംവരണ വിരുദ്ധമാണ്. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അവിടെ സംവരണ വിഭാഗങ്ങൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവകാശങ്ങൾ നൽകണമെന്ന് കരുതുന്ന ഒരു ടീം അവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. സാമ്പത്തിക സംവരണം എന്നുള്ളത് തെറ്റാണ്. പക്ഷേ ഇന്ത്യയിലൊരു നിയമം, അങ്ങനെ ഭരണഘടനാ ഭേദഗതി വന്ന നിയമമായി. അങ്ങനെയാണെങ്കിൽ ചെയ്യേണ്ടിയിരുന്നത് ഈ മുന്നാക്ക വിഭാഗങ്ങളിലെ ഏറ്റവും പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്ന രൂപത്തിലൊരു നിയമം നടപ്പാക്കുക എന്ന് വേണ്ടിയിരുന്നു. അതിനു പകരം അതിൽ വെള്ളം ചേർത്ത് ആ ശ്രേണിയിൽ, ആ വിഭാഗത്തിലെ മുന്നാക്ക വിഭാഗത്തിലെ തന്നെ ഉയർന്ന ശ്രേണിയിലുള്ള ആളുകൾക്ക് പഠിക്കാനും അതേപോലെ ജോലിക്കുമുള്ള അവസരത്തിന് വേണ്ടി ഈ മുന്നാക്ക സംവരണത്തെ ദുരുപയോഗം ചെയ്യാണ് നിലവിൽ ചെയ്തിരിക്കുന്നത്. ഞാനിതിലൊക്കെ എനിക്ക് തോന്നുന്നൊരു മറുപടി, നമ്മുടെ സിസ്റ്റം സംവരണ വിരുദ്ധമാണെന്നുള്ളതാണ്. സിസ്റ്റം എന്ന് പറയുന്നതിൽ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതിൽ നിയമം രൂപീകരിക്കുന്നവരും നിയമം നടപ്പാക്കുന്നവരും അതിനുവേണ്ടി ഫയൽ എഴുതുന്നവരും ഒക്കെ സംവരണ വിരുദ്ധമാണ്. പിന്നെ സംവരണാടിസ്ഥാനത്തിൽ അവരുടെ ഓരോ തസ്തികകൾ വന്ന ആളുകൾ പോലും എത്തിക്കഴിഞ്ഞാൽ അത്ര ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതികളാണെങ്കിലും അതേപോലെ ഭരണസ്ഥിരാകേന്ദ്രങ്ങൾ, സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങളൊക്കെ, ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നൊരു ജഡ്ജ്മെൻറ്റ് വരുന്നത് സർക്കാരിൻ്റെ അഭിപ്രായം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കോടതി എന്നൊരു ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാരിന് വേണ്ടി ഫയൽ എഴുതുന്നത് ഈ സംവരണ വിരുദ്ധരായ ഒരു വിഭാഗമാണ് ഫയൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭരണസ്ഥിരാകേന്ദ്രങ്ങളിലുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, അവിടെയുള്ള സാന്നിധ്യമാണ്, പിന്നാക്ക വിഭാഗങ്ങളുടെ സാന്നിധ്യമാണ് ഇതിനൊക്കെ പരിഹാരമായിട്ട് പറയാൻ കഴിയുന്നത്. അല്ല, എനിക്കിതിൽ സംവരണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഒന്ന്, കേരളത്തിലെ സംഘടനകൾ ഈ സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സംവരണ പ്രശ്നങ്ങൾക്ക് ലീഗലായിട്ട് പരിഹാരമുള്ളൂ.
ഇത് ലോങ് ടേം ആണ്. സംവരണം എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഒരു വലിയ വിഭാഗത്തെയാണ് ബാധിക്കുന്നത്. ഒരു വ്യക്തിക്ക് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകാനൊക്കെ പറ്റും. അപ്പോൾ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോടതി ഇടപെടൽ മാത്രമാണ് ഇതിന്, ഹൈക്കോടതി മുതലുള്ള കോടതികളിൽ ഇടപെടൽ മാത്രമാണ് ഇതിന് പരിഹാരമായിട്ടുള്ളത്. അതിന് പറ്റുന്ന ലീഗൽ റെമഡീസ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു പദ്ധതി എല്ലാ സംഘടനകളും പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ, അതേപോലെ ഇതിൻ്റെ അകത്ത് തന്നെ അത് നിരന്തരമായിട്ട് അതിനെക്കുറിച്ച് ഗവേഷണം നടത്താൻ, അതേപോലെ അഡ്വക്കേറ്റ്സിൻ്റെ ഒരു കൂട്ടം. അപ്പോൾ ഇതൊക്കെ വലിയൊരു വർക്കാണത്. കാരണം ഒരു വ്യക്തിക്ക്, ഇപ്പം ഞാൻ വീണ്ടും യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ, ഒരിക്കലും നിയമനം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് ഹൈക്കോടതിയിൽ പോയിട്ട് അതേ കാലം ഒരു കേസ് നടത്താൻ പറ്റില്ല, ഒരു വ്യക്തിക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം 40 കേസുകളൊക്കെ നിലവിലുണ്ടാവും. ഇപ്പം നിയമനം കിട്ടാതിരുന്നാൽ അയാൾ പോയിട്ട് കേസ് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവാണ്. നമ്മൾ അപ്പുറത്ത് ഫൈറ്റ് ചെയ്യുന്നത് ഒരു ഭാഗത്ത് കോടതി, ഒരു ഭാഗത്ത് യൂണിവേഴ്സിറ്റി, മറ്റൊരു ഭാഗത്ത് ഗവൺമെൻറ്. സർക്കാരിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും സംവിധാനങ്ങളും അവർക്ക് സ്റ്റാൻഡിംഗ് കൗൺസിലർമാരും ഒക്കെ ഉണ്ടാവും. അവർക്കൊരു മുടക്കില്ല, അത് കേസ് ഫയൽ ചെയ്യാൻ തീരുമാനിച്ചാൽ മതി. പക്ഷെ ഒരു ഉദ്യോഗാർത്ഥി ജോലിയൊന്നും ഉണ്ടാവില്ല, വളരെ കുറഞ്ഞ ശമ്പളത്തിന് എവിടെയെങ്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജോലി ചെയ്യായിരിക്കും. അപ്പം അയാൾക്കൊരിക്കലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിട്ടൊരു കേസ് നടത്തി വിജയിച്ചു വരാൻ കഴിയില്ല. ഇത് വലിയ അഡ്വക്കേറ്റ്സിനൊക്കെ വെച്ച് കേസ് എടുത്തേണ്ടി വരും. അപ്പോൾ അതിനൊരു സംവിധാനം ഉണ്ടായാൽ മാത്രമാണ് ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാവുള്ളൂ. അങ്ങനെ വരുമ്പോൾ ആളുകൾ കോടതിയിൽ പോകാൻ ധൈര്യം കാണിക്കും. കാരണം സാമ്പത്തികമായിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ആളുകളുണ്ടെന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, കോടതിയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ ഫോക്കസ് ചെയ്യാണ്. ഇവൻ ഇന്ന വിഷയത്തിൽ, ഇന്ന കേസിൽ, ഇന്ന പ്രശ്നത്തിൽ കോടതിയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് അയാളിനി എവിടെയും വരാതെ നോക്കണം എന്ന് പറഞ്ഞ് ഈ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾ വരെ അയാളെ വിട്ടു. അപ്പോൾ ആളുകൾക്ക് കോടതിയിൽ പോകാൻ പേടിയാണ്. ഇപ്പം ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അനുഭവിച്ചൊരു പ്രശ്നമാണ്. പലരും ആൾക്ക് നിയമനം കിട്ടിയിട്ടുണ്ടാവില്ല, അയാൾക്കതിൽ പരാതിയുണ്ട്, ആൾക്ക് അർഹമായി കിട്ടേണ്ടതാണ്, എന്നാൽ കോടതി പോയിക്കൂടാന്ന് ചോദിക്കുമ്പോൾ കോടതി പോകാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. കാരണം അടുത്ത സെലക്ഷൻ വരുന്ന സമയത്ത് ഇയാളെ പരിഗണിക്കില്ല. കാരണം അത് കേസ് കൊടുത്ത ആളാണെന്നുള്ളത് അയാൾ ഒഴിവാക്കിക്കളയും. അതൊരു അയോഗ്യതയായിട്ടാണ് ആളുകൾ കാണുന്നത്. സംഘടനകൾക്ക് ഇതിൽ ചെയ്യാവുന്നത്, ഒന്ന് ലീഗലായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. അതിൽ സാമ്പത്തിക സംവിധാനങ്ങൾ വേണം, അഡ്വക്കേറ്റ്സ് വേണം, ഇതിന് ബാക്ക് ഓഫീസിൽ റിസർച്ച് ചെയ്യാൻ നല്ലൊരു ടീമും വേണം. കാരണം എല്ലാ യൂണിവേഴ്സിറ്റി ആക്റ്റും സ്റ്റാറ്റ്യൂട്ടൊക്കെ പഠിക്കേണ്ടി വരും, അവിടെ വന്ന എല്ലാ നിയമങ്ങളും പഠിക്കേണ്ടി വരും. അതിനനുസരിച്ച് അഡ്വക്കേറ്റ്സിന് ബ്രീഫ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾ ഇതിൽ വേണം. അതാണ് പ്രധാനമായിട്ടും. രണ്ടാമത് സംവരണം, നേരത്തെ പറഞ്ഞു, PSC സംവരണം പെട്ടെന്ന് ചർച്ചയാവും. കാരണം അത് കുറേ ആളുകളെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് ചർച്ചയാവും. ബാക്കിയുള്ള മേഖലകളിലൊന്നും സംവരണം ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. സംവരണം ചർച്ച ചെയ്യാനൊരു അതിനെക്കുറിച്ചൊരു അറിവ് വേണമല്ലോ, അതുപോലും ഇല്ലാതാണ് ഞാൻ പറയുന്നത്. യൂണിവേഴ്സിറ്റികൾ, ബോർഡുകൾ, അതുപോലെ താൽക്കാലിക നിയമനങ്ങൾ. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ, കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ എടുക്കുകയാണെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 4000 പേരെങ്കിലും കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ താൽക്കാലിക സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? താൽക്കാലിക സ്റ്റാഫ്. ഈ 4000 പേരിൽ സംവരണം നടപ്പാക്കണം, പക്ഷെ സംവരണം പാലിക്കുന്നില്ല. അത് ഏത് തരത്തിലുള്ള താൽക്കാലികമാണെങ്കിലും, ഒരു 10 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിലും, 100 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിലും, 179 ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിലും സംവരണം നടപ്പാക്കണം. താൽക്കാലിക നിയമനങ്ങളൊന്നും സംവരണം നടപ്പാകുന്നു. ഈ താൽക്കാലിക സ്റ്റാഫ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവരൊരു പെർമനന്റ് സ്റ്റാഫ് പോലെ തന്നെയാണ് ഇവരിങ്ങനെ നിരന്തരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നും സംവരണം വരുന്നില്ല. അപ്പം അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിലിടപെടാനുള്ളൊരു സംവിധാനം എല്ലാ സംഘടനകളും ഉണ്ടാക്കിയെടുക്കണം. പിന്നെ സംവരണം എന്ന് പറയുന്നത് ആക്റ്റും അതേപോലെ ധാരാളം നിയമങ്ങളും ഗവൺമെൻറ് ഉത്തരവുകളൊക്കെ കൂടെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒരു നല്ല റിസർച്ച് വിങ് ഇല്ലാതെ ഒരിക്കലും ഇതിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല. നല്ലൊരു ടീം ഇതിന് പിറകിൽ വേണം. അപ്പോഴേ നമുക്ക് സംസാരിക്കാൻ ഉള്ളൊരു ധൈര്യം വരുള്ളൂ. കാരണം അറിയില്ലല്ലോ ആളുകൾക്ക് ഇതെന്തൊക്കെയാണ് പ്രശ്നം എന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞു ഭിന്നശേഷി സംവരണം 2019 ഒക്ടോബർ 31 ഉത്തരവിറങ്ങിയിട്ടുണ്ട്. അത് നിയമസഭയിൽ ചർച്ചയാവുന്നത് 2021 ഓഗസ്റ്റിലാണ്, 2 കൊല്ലത്തിന് ശേഷമാണ്.
അതുവരെ ആ ഉത്തരവ് എവിടെയും ഡിസ്കഷനായിട്ട് പോലുമില്ല. പക്ഷെ അപ്പോഴത്തേക്ക് കുറേ സ്ഥലങ്ങൾ അത് നടപ്പാക്കി കഴിഞ്ഞു. അതാണ് ഇതിൻ്റെ അപകടം എന്ന് പറയുന്നത്.